നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ഫെബ്രുവരി മാസത്തെ അനിഴ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. അനിഴ നക്ഷത്രം എന്ന് പറയുമ്പോൾ വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറുകാർക്ക് ചാരവശാൽ 7-ൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ ധനാധിപത്യം വഹിച്ചും പൂർവ്വപുണ്യ സ്ഥാനാധിപത്യം വഹിച്ചും 7-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ദൈവാധീനത്തെ കൊടുക്കുകയും സാമ്പത്തികമായിരിക്കുന്ന വർധനവിനെ കൊടുക്കുകയും സമൂഹത്തിൽ മാന്യത ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ മാസത്തിൽ അനിഴ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവത്തിൽ ഉച്ചബലവാനായിട്ടാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ 7-ാം ഭാവാധിപതി 5-ാം ഭാവത്തിൽ നിൽക്കുന്നത് പൂർണ്ണ ബലവാനായിട്ടായത് കാരണം കൊണ്ട് തന്നെ മാനസികമായ നല്ല സന്തോഷം അനുഭവിക്കാനും മനസ്സിലാഗ്രഹിക്കുന്ന എല്ലാ ഭൗതിക സുഖങ്ങൾ അനുഭവിക്കാനും സാധിക്കുന്ന ഒരു സമയമാണ്. അതിനോടൊപ്പം തന്നെ 5-7 ഭാവാധിപന്മാർ പരസ്പരം പരിവർത്തനം ചെയ്തു നിൽക്കുന്നത് കാരണം കൊണ്ട് പുതിയ പ്രേമബന്ധങ്ങൾ ഉണ്ടാകാനായിട്ട് യോഗമുള്ള സമയമാണ്. മനസ്സിന് സന്തോഷത്തെ തരുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ കർമാധിപതിക്ക് കർമ്മത്തിലേക്ക് ദൃഷ്ടിയുള്ള സമയമായത് കാരണമുണ്ട് തൊഴിലിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകാൻ യോഗമുണ്ട്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ്. ഗവൺമെൻറ് ജോലിക്ക് കാത്തിരിക്കുന്നവരെ സംബന്ധിച്ച് ഗവൺമെൻറ് ലിസ്റ്റിലൊക്കെ വന്നിട്ടുള്ളവരെ സംബന്ധിച്ച് ഉടനെ തന്നെ നിയമനം കിട്ടാനായിട്ട് യോഗമുള്ള ഒരു സമയമാണ്. അതേപോലെ തന്നെ 4-ാം ഭാവാധിപതി ശശമഹായോഗം ചെയ്തു നിൽക്കുന്നത് കാരണമുണ്ട് ചെയ്യുന്ന തൊഴിൽ മേലുദ്യോഗസ്ഥന്മാരെ പ്രീതി നേടാനായിട്ട് സാധിക്കും. വീടിന് ചുറ്റുവട്ടത്തുള്ളവർക്ക് നല്ല അഭിപ്രായങ്ങൾ കേൾക്കാൻ ഇടവരും. ഭവന സംബന്ധമായിട്ടുള്ള സുഖം അനുഭവിക്കാൻ യോഗമുണ്ട്. കുടുംബസ്വത്ത് കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ കൂടുന്നൊരു സമയമാണ്. അപ്പം എല്ലാ രീതിയിലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ടെങ്കിലും അവനവൻ്റെ തന്നെ പെരുമാറ്റം, സംസാരം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അവനവന് തന്നെ ദോഷമായി വരുന്ന സമയം കൂടിയാണ്. യാത്രകളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ശാരീരികമായിട്ടുള്ള ചതവ്, മുറിവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാതെ ഇരിക്കാൻ നോക്കണം. കാരണം അഷ്ടമത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്, അതായത് ചന്ദ്രലഗ്നാധിപതി. എങ്കിലും നീചത്തിൽ നിന്നിരുന്ന ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ചൊവ്വയ്ക്ക് ബലം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് അനുകൂലമാണ്. വക്രത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു പരിധിവരെ വലിയ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് ഈ മാസത്തിൽ സാധിക്കും. എന്നാലും 11-ാം ഭാവത്തിൽ ഘണ്ണകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കാരണം കൊണ്ട് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക വർധനവിന് സാധ്യത കുറവാണ്. അല്ലെങ്കിൽ ലാഭം കിട്ടിയാലും വരുമാനം വർദ്ധിച്ചാലും ചെലവ് അതിനനുസരിച്ച് വർദ്ധിക്കാൻ സാധ്യതയുള്ളത് കാരണമുണ്ട് അതിൻ്റേതായിരിക്കുന്ന രീതിയിൽ ഒരു സാമ്പത്തികമായിട്ട് പ്രതീക്ഷിക്കുന്ന രീതിയിൽ ധനം കയ്യിൽ മിച്ചമില്ല എന്നുള്ള ഒരു തോന്നലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകാനുള്ളൊരു യോഗമാണ് 5-ാം ഭാവത്തിൽ അമൃത വിഷകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നത്. അപ്പോൾ മനസ്സിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. ചെറിയ കാര്യത്തിന് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ വീട് വിട്ടു നിന്ന് തൊഴിലെടുക്കാനുള്ള യോഗമുണ്ട്. 4-ാം ഭാവത്തിൽ നിൽക്കുന്നത് സൂര്യനാണ്. സൂര്യൻ ശനിയുടെ ശത്രുവായി നിൽക്കുന്ന കാരണം കുടുംബത്തിൽ നിൽക്കുമ്പോൾ മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.